Hi, this is Sheetu Miss from Winners and നമ്മളുണ്ടല്ലോ ഒരു ഓണം എക്സാമിന്റെ തിരക്കിൽ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ടാണ് കേട്ടോ മിസ് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഓൾറെഡി കുറെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മിസ് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് മെയിൻ ടോപ്പിക്സ് ഒക്കെ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ ഇതാന്ന് കണ്ടു കളയാം. ആൻഡ് ഇതാണ് ചാപ്റ്റർ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ ചാപ്റ്ററിനകത്ത് നിന്നുള്ള മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്തൊക്കെയാ പോയിന്റ്സ് എന്നുള്ളത് നോക്കിയേക്കാം. ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അത് പഠിക്കണം, ഫുള്ളായിട്ട് പഠിക്കണം. സ്പാമിന്റെ സ്ട്രക്ചർ പഠിക്കണം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കണം. രണ്ട് സിസ്റ്റംസിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിറയെ തവണ വരയ്ക്കാൻ വന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫീമെയിൽ സിസ്റ്റവും ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സ്പേം ലേബൽ ചെയ്യാൻ പഠിച്ചേക്കണം. സ്പെർമാറ്റോജെനസിസും മൂജെനസിസും അത് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, അതിന്റെ ആ സ്കീമാറ്റിക് ഡയഗ്രം ഉണ്ടല്ലോ, റൗണ്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കത്തില്ലേ, ആ സ്കീമാറ്റിക് ഡയഗ്രം പഠിച്ചു വെച്ചേക്കണം. പാത്ത് ഓഫ് സ്പേം ആൻഡ് മിൽക്ക്, അത് രണ്ടിന്റെയും പാത്ത് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിസിക്കൂടെ റീടെസ്റ്റിസ് വാസ് ഡിഫറൻഷ്യ, എപ്പിഡിഡൈമിസ് വാസ് ഡിഫറൻസ്, പിന്നെ നമ്മുടെ ആ ഒരു പിനസി കൂടെ അത് പുറത്തേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു പാത്ത് പഠിച്ചു വെച്ചേക്കണം. പിന്നെ മിൽക്കിന്റെ പാത്ത് വേ ഉണ്ടല്ലോ, നമ്മളുടെ ആ ഒരു ആൽവിയോളയിലൂടെ ഒക്കെ പാസ് ചെയ്ത് വരുന്ന ആ ഒരു ലാക്ടിഫറസ് ഡക്റ്റിലൂടെ അത് പുറത്തേക്ക് പോകുന്ന ഒരു പാത്ത് വേ, ആ ഒരു പാത്തും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ നമ്മുടെ യൂട്രസിന്റെ ലെയേഴ്സ്, മയോമെട്രിയം, എൻഡോമെട്രിയം, പെരിമെട്രിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കണം. കൺട്രാക്ഷന് സഹായിക്കുന്നത് ആരാണ്, അതുപോലെ മെനിസ്ട്രേഷന് സഹായിക്കുന്നത് ആരാണ്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പാർട്സ് ഓഫ് ഫാലോപ്പിയൻ ട്യൂബ്, അടുത്ത ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അതിനെ ഫിംബ്രി എന്ന് വിളിക്കും. ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള സാധനമുണ്ട്, ഇൻഫണ്ടിബുലം. പിന്നെ ആംപിള്ള, പിന്നെ എസ്തമസ്, ദെൻ യൂട്രസ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു പാർട്സ് പഠിച്ചു വെച്ചേക്കുക. LH-ഉം FSH-ഉം ല്യൂട്ടനൈസിങ് ഹോർമോണും ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും മെയിൽസിലും ഫീമെയിൽസിലുള്ള അതിന്റെ റോള് പഠിച്ചേക്കണം. ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് ആണ്. മെയിൽസിൽ പൊതുവെ സ്പെർമാറ്റോജെനസിസ്, അതുപോലെ തന്നെ സ്പെർമിയോജെനസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാഫിയൻ ഫോളിക്കൽ റപ്ചർ ചെയ്യാനും ഓവം റിലീസ് ചെയ്യാനും ഓവുലേഷനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പോയിന്റ്സ് ഒക്കെ പഠിച്ചേക്കണം. LH സർജ് എന്താണ്? LH സർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രേഷന്റെ സമയത്ത് നമ്മളുടെ ല്യൂട്ടനൈസിങ് ഹോർമോൺ ഒരു 14th ഡേ ആകുമ്പോഴത്തേക്കും മാക്സിമത്തിലെത്തും അല്ലെ. ആ മാക്സിമം പീക്കിൽ അറ്റൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ LH സർജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കുക. മോറുലയും ബ്ലാസ്റ്റോസിസ്റ്റം, മോറുല എന്താ 8 to 16 ബ്ലാസ്റ്റോമിയാസ് ഉള്ള കണ്ടീഷനെ നമ്മൾ മോറുല എന്ന് പറഞ്ഞു വിളിക്കും. ബ്ലാസ്റ്റോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അതിൽ കൂടുതൽ ബ്ലാസ്റ്റോമിയാസ് ഉണ്ടായിരിക്കും. അതിന് രണ്ട് സെൽസ് ഉണ്ട്, രണ്ട് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്, ട്രോഫോബ്ലാസ്റ്റും അതുപോലെ തന്നെ ഇന്നർ സെൽ മാസും അല്ലെ. ട്രോഫോബ്ലാസ്റ്റ് ആണ് യൂട്രസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, ഇന്നർ സെൽ മാസ് ആണ് പോയിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. കോർപ്പസ് ലൂട്ടിയവും അതിന്റെ ഫംഗ്ഷൻസും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സെക്സ് ഓഫ് ദ ബേബി, അത് നമ്മൾ സെക്സ് ഓഫ് ദ ബേബി ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്രോമസോംസിന്റെ കാര്യങ്ങളും അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. മെനിസ്ട്രേഷൻ എന്താണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. 4 ഫേസസ് ഉണ്ടല്ലോ, ഫോളിക്കുലർ ഫേസ്, മെനിസ്ട്രൽ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഫേസസ് പഠിച്ചു വെച്ചേക്കണം. അതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് വരയ്ക്കാൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഫുൾ ഗ്രാഫ് കാണപ്പാടം വരച്ചിരിക്കുക. നിങ്ങളോട് ചിലപ്പോൾ ഗ്രാഫ് തന്നിട്ട് ലേബിൾ ആയിട്ട് AB കൊടുത്തിട്ടുണ്ടായിരിക്കും, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രാഫ് തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. അങ്ങനെയൊക്കെ ചോദിച്ചിരിക്കും. പ്ലസന്റ, നമ്മുടെ കോറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂ ഒക്കെ ചേർത്തിട്ടുണ്ടാവുന്ന കണക്ഷനാണ് പ്ലസന്റ. മദറും കുട്ടിയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പൊതുവെ സഹായിക്കുന്നുണ്ടായിരിക്കാം. ഫുഡ്, ഓക്സിജൻ, ന്യൂട്രിയൻസ്, വെള്ളം, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. മോറോവർ കുട്ടി എന്നുള്ള വേസ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. കുറച്ച് ഹോർമോൺസ് ഒക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. പൊതുവെ 4 ഫംഗ്ഷൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ന്യൂട്രിയൻസ് എത്തിക്കുന്നു, ഓക്സിജൻ എത്തിക്കുന്നു, വേസ്റ്റ് റിമൂവ് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ ആ ഒരു എൻഡോക്രൈൻ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ കൊളോസ്ട്രോം, അതിന്റെ ഫംഗ്ഷൻ, ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ദിവസങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മിൽക്കിനെയാണ് നമ്മൾ കൊളോസ്ട്രോം എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കുക. ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ഒരു മിൽക്ക് ആയിരിക്കും, ഭയങ്കര ഇമ്മ്യൂൺ റിച്ച് ആയിട്ടുള്ള ഒരു മിൽക്കാണ് അത്. അത് കുട്ടികൾക്ക് കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് പറ്റും, കുട്ടികൾക്ക് നല്ലപോലെ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. ബിക്കോസ് അതിനകത്ത് IgA എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബോഡി പ്രസന്റ് ആണ്. അപ്പൊ ഈ ആന്റിബോഡി ഉള്ളതുകൊണ്ട് ഒരുപാട് ഇമ്മ്യൂണിറ്റി കുട്ടികൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടികൾക്ക് അതുകൊണ്ടാണ് നമ്മൾ പറയാം, ജനിച്ച കുട്ടികൾക്ക് പൊതുവെ നമ്മൾ മുലയൂട്ടണം എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്, ഈ കൊളസ്ട്രോൾ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പറഞ്ഞു വരുമ്പോൾ എല്ലാം പഠിക്കണം, പക്ഷെ സ്റ്റിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ചോദിക്കുന്ന ഒരു പോർഷനും കൂടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കിക്കളയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, AB എന്ന് ലേബിൾ കൊടുത്തിട്ടുണ്ട്. AB എന്താന്ന് ഐഡന്റിഫൈ ചെയ്യണം. A എന്താ, B എന്താന്നുള്ളതിന്റെ ഫംഗ്ഷൻസും കൂടെ എഴുതണം. A എന്താ, അത് നമ്മളുടെ ഇന്നർ സെൽ മാസ് ആണ്. B എന്ന് പറയുന്നത് ട്രോഫോബ്ലാസ്റ്റ് ആണ് അല്ലെ. A എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ A ആണ് പിന്നീട്, ദാറ്റ് മീൻസ് ഇന്നർ സെൽ മാസ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ടായിരിക്കുക, എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ടായിരിക്കുക. ആൻഡ് ട്രോഫോബ്ലാസ്റ്റ് ആണ് യൂട്രസുമായിട്ട്, യൂട്രസിൽ സ്പെഷ്യലി എൻഡോമെട്രിയുമായിട്ട് അതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്,
അത് നമ്മുടെ ട്രോഫോബ്ലാസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു പിക്ചർ കാണാം അല്ലെ. ഈ പിക്ചറിനകത്ത് AB എന്ന് പറഞ്ഞ 2 പാർട്സ് ലേബിൾഡ് ആണ്. AB എന്താണെന്ന് ലേബൽ ചെയ്യണം. ആൻഡ് മോർ ഓവർ ഇവിടെ ഗ്രാഫിയൻ ഫോളിക്കിൾ എഴുതി വെച്ചേക്കുന്നത് കാണാം. ഗ്രാഫിയൻ ഫോളിക്കിൾ നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏതൊരു സമയമാകുമ്പോഴത്തേക്കും അത് റപ്ചർ ചെയ്യുന്നുണ്ട്. ആ റപ്ചർ ചെയ്യുന്ന സമയം എപ്പോഴാണ് എന്നുള്ളത് എഴുതണം. അതാണ് B ചോദ്യം. C ചോദ്യം എന്ന് പറയുന്നത് അത് റപ്ചർ ചെയ്യുന്ന പ്രൊസീജിയർ കാരണം, റപ്ചർ ചെയ്യുന്നത് കാരണം എന്തോ ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെ. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നത് കൊണ്ടിട്ട് എന്തോ ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നു. ആ പ്രോസസ്സ് എന്താണെന്ന് എഴുതുക. ആൻഡ് ഈ ചോദ്യം എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മളുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയതിനു ശേഷം നമ്മുടെ ഓവറിക്കകത്ത് ഉണ്ടാകുന്ന ആ ഒരു സ്ട്രക്ചറിന്റെ പേരും അതിന്റെ ഫംഗ്ഷൻസും എഴുതുക എന്നുള്ളതാണ് അല്ലെ. എയും ബിയും എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. എ എന്താണ്? ദാറ്റ് ഈസ് പ്രൈമറി ഫോളിക്കിൾ. പിക്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ ആ ഒരു പ്രൈമറി ഫോളിക്കിൾ ആയിട്ട് ഇരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡറി ഫോളിക്കിൾ, ടെറിഷറി ഫോളിക്കിൾ. ടെറിഷറി ഫോളിക്കിൾ ആണ് ബി അല്ലെ. ടെറിഷറി ഫോളിക്കിൾ ആണ് ബി ആയിട്ട് വരുന്നത്. പിന്നെ അത് മെച്യൂർ ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും അല്ലെ. മെൻസ്ട്രൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസമൊക്കെ എത്തുമ്പോഴത്തേക്കുമാണ് എന്ത് നടക്കുന്നുണ്ടായിരിക്കുക? ഓവുലേഷൻ, അല്ലെങ്കിൽ ഈ 14ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് പൊതുവെ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഓവത്തിനെയാണ്. അപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റപ്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓവ്യുലേഷൻ. ഇനി നമ്മളുടെ നമ്മളുടെ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തതിന് ശേഷം ഓവറിയിൽ വേറൊരു സ്ട്രക്ചറും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ആ സ്ട്രക്ചറിനെയാണ് ഇവിടെ താഴെയായിട്ട് കൊടുത്തേക്കുന്നത് അല്ലെ. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തു, ഓവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഒരു സ്ട്രക്ചർ ഉണ്ടാകും. അതാണ് എന്ത്? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് അല്ലെ. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകും. കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പ്രൊജസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊജസ്റ്ററോൺ ആണ് ശരിക്കും എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കുമോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തുന്നത് വരെ എൻഡോമെട്രിയം അവിടെ ആവശ്യമുണ്ട് അല്ലെ. ആ എൻഡോമെട്രിയം അവിടെ നിലനിൽക്കാൻ നമ്മൾക്ക് സഹായം നൽകുന്നത് ആരാണ്? ദാറ്റ് ഈസ് കോർപ്പസ് ലൂട്ടിയം എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, യെസ്. അപ്പൊ അത്രയുള്ള ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാവേ. നമുക്ക് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. സ്പെർമാറ്റോജനസിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. AB എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. AB എന്ന് പറഞ്ഞ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? A എന്തായിരിക്കും? പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മുന്നേ ഉണ്ടാകുന്നത് ദാറ്റ് ഈസ് സ്പെർമാറ്റോഗോണിയം അല്ലെ. സ്പെർമാറ്റോഗോണിയം ഉണ്ടാവും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായിരിക്കും. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി സ്പെർമാറ്റിഡ്. സ്പെർമാറ്റിഡിൽ നിന്ന് എന്തുണ്ടാകും? സ്പെർമാറ്റോസോവ ഉണ്ടാകും. എന്തുണ്ടാകും? സ്പെർമാറ്റിഡിൽ നിന്ന് സ്പെർമാറ്റോസോവ ഉണ്ടാകും. ഓക്കെ, ഓക്കെ. അപ്പൊ എ എന്തായിരുന്നു? എ എന്ന് പറയുന്നത് സ്പെർമാറ്റോഗോണിയ ആണ്. ബി ആണ് സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത്. സ്പെർമാറ്റിഡ് മാറിയിട്ടാണ് സ്പെർമാറ്റോസോവ ആയിട്ട് മാറുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാന്ന് പറയുന്നതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഒരു ലേഡിയുടെ യൂറിൻ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ കിട്ടി. HCG എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഡിറ്റക്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ HCG വന്നു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്താണ് HCGയുടെ സോഴ്സ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, HCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCG നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്രഗ്നൻസി. നമ്മൾ പ്രഗ്നന്റ് ആവുന്ന സമയങ്ങളിൽ മാത്രമേ അത് ഹോർമോൺ ഉണ്ടാവുള്ളൂ. ഒരു 2 milligrams ഒക്കെ നമ്മുടെ ബോഡിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ആൻഡ് മോർ ഓവർ ഇത് നമ്മുടെ പ്ലസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, സോഴ്സ് ഓഫ് HCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്ലസന്റ. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് oogenesisന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കാനാണ്. വിത്ത് ലേബിൾസ് വരയ്ക്കാം. ഇതിപ്പോ സെയിം രീതിയിൽ നിങ്ങളോട് എന്തും കൂടെ ചോദിച്ചിരിക്കാം. സ്പെർമാറ്റോജനസിസും കൂടെ ചോദിച്ചിരിക്കാം. oogenesis ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. മിസ് ഇവിടെ ഒരു oogenesis വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഊഗോണിയ 46 ക്രോമസോംസ് ഉള്ളതായിരിക്കും. അതിനുശേഷം ഫസ്റ്റ് മിയോസിസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡറി യൂസൈറ്റ് കിട്ടും. അതിന് 23 ക്രോമസോംസ് ഉണ്ടാവുള്ളൂ. ഓവം കിട്ടും, 23 ക്രോമസോംസ് ഉണ്ടായിരിക്കും. അതെ, അത്രയാണ് അതിനകത്തുള്ള ക്രോമസോമലായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഊഗോണിയയും പ്രൈമറി യൂസൈറ്റും എന്ത് തന്നെയായിരിക്കും? 46 ക്രോമസോംസ് ഉള്ളവർ തന്നെ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ആൻഡ് ഇതിനകത്ത് നിന്ന് ഇതേപോലെ തന്നെ പോയിട്ട് നമ്മൾക്ക് അറ്റ് ലാസ്റ്റ് 4 സ്പേംസ് കിട്ടുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പൊതുവെ എന്ത് വിളിക്കുന്നത്? നമ്മൾ പൊതുവെ സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു സൈഡ് പിക്ചർ ആണ് കൊടുത്തേക്കുന്നത്. എക്സ് എന്താണെന്ന് തിരിച്ചറിയുക. ആൻഡ് എക്സിന്റെ ലൊക്കേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് എവിടെയാണെന്നുള്ളത്. എക്സ് എന്താണ്? ടെസ്റ്റിസ് ആണ് അല്ലെ. ടെസ്റ്റിസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വെളിയിലാണ് നമ്മളത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇനി വൈ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തേക്കുന്ന ആക്സസറി ഗ്ലാൻഡ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് അതിന്റെ സെക്രീഷന്റെ പേര് എഴുതാനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇനി സെഡ് എന്ന് പറഞ്ഞതിന്റെ ഫംഗ്ഷൻ, സെഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സെഡിന്റെ ഫംഗ്ഷനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് എന്നാ നമുക്ക് ഓൾറെഡി കിട്ടിയത് ടെസ്റ്റിസ് ആണ്. നമ്മുടെ ബോഡിയുടെ വെളിയിൽ, അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വെളിയിൽ ഒരു സ്ക്രോട്ടം എന്ന് പറഞ്ഞ പൗച്ചിനകത്താണ് അതിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാൻഡ് ആണ്. അത് പൊതുവെ നമ്മൾക്ക് സെമനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ഷൻസ്, കുറച്ച് സാധനങ്ങളാണ് ഇത് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. കുറച്ച് സെക്രീഷൻസ് ദാറ്റ് വിൽ ബി ലൈക്ക് ഹെൽപ്പിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സെമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെമിനൽ പ്ലാസ്മയൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ സെമിനൽ വെസിക്കിൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇസഡ് എന്ന് പറഞ്ഞ പാർട്ട് എപ്പിഡിഡൈമസ് ആണ്. അത് നമ്മൾ സ്പേമിനെ സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് സ്പേംസിന് മെച്ചുവർ ചെയ്തതിന് വേണ്ടിയിട്ടും ന്യൂട്രീഷനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് സെക്രേറ്റ് ചെയ്യുന്നത് ഈ എപ്പിഡിഡൈമസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ സെഡ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്നത് that is epididymis. ഓർക്കുക. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒവേറിയൻ ഹോർമോൺസിന്റെ മെനിസ്ട്രേഷന്റെ സമയത്തുള്ള ഒരു ഗ്രാഫാണ് ഈ കൊടുത്തേക്കുന്നത്. അതിൽ എ ബി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഒവേറിയൻ ഹോർമോൺസ്, പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഉണ്ട്, ഒവേറിയൻ ഹോർമോൺസ് ഉണ്ട്. ഇത് ഒവേറിയൻ ഹോർമോൺസ് ആണ്. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ലൂട്ടിയൽ ഫേസിൽ ഈ ഗ്രാഫിന് എന്ത് സംഭവിക്കുന്നുള്ളത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടേക്കുന്നത്. ഇത് ഏതോ ഒരു സ്റ്റേജിനകത്ത് ഓവുലേഷന്റെ ആ ഒരു വരെയുള്ള ഭാഗങ്ങളാണ് കാണിച്ചേക്കുന്നത്. ഇനി ലൂട്ടിയൽ ഫേസിൽ എന്ത് സംഭവിക്കുന്നുള്ളത് വരച്ചു കാണിക്കണം. എന്താണ് ഈ എയും ബിയും? ഒവേറിയൻ ഹോർമോൺസ് ആകെ രണ്ടെണ്ണേ ഉള്ളൂ അല്ലെ, ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. അപ്പൊ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ആണ് രണ്ടെണ്ണമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഗ്രാഫ് കിട്ടും. ഇത് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം എന്നുള്ളതാണ് ടാസ്ക്. റീകൺസ്ട്രക്ട് ചെയ്യാൻ മാത്രമല്ല പഠിക്കേണ്ടത്, നിങ്ങളുടെ ഓവേറിയൻ ഹോർമോൺസ് മെൻസ്ട്രൽ സൈക്കിളിനകത്തുള്ള ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ ആയിട്ട് ഒറ്റ ഗ്രാഫായിട്ട് വരയ്ക്കണം. രണ്ട് ഗ്രാഫ്സ് നമ്മൾ ക്വസ്റ്റ്യനിലും ആൻസറിലും കണ്ടിട്ടുള്ള രണ്ട് ഗ്രാഫ്സും ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിന്റെ പിക്ചറാണ്? ഹ്യൂമൻ സ്പേമിന്റെ പിക്ചറാണ്. ഇവിടെ കുറച്ച് സാധനങ്ങൾ ABC എന്ന് പറഞ്ഞാൽ ലേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളോട് ആ ഫിഗറിൽ ഉള്ളത് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. A എന്തായിരിക്കും? ഇതെന്ത് സാധനം? ഇത് ആക്രോസോം അല്ലെ. ആക്രോസോമിനകത്ത് നിറച്ച് എന്ത് കാണാൻ പറ്റും? എൻസൈംസ് കാണാൻ പറ്റും. ആ എൻസൈംസ് വെച്ചിട്ടാണ് ആ ഒരു സ്പേം ചെന്നിട്ട് നമ്മുടെ ഓവത്തിനെ ഫ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളത് ഓർക്കാം. ആൻഡ് ബിയില് മൈറ്റോകോൺട്രിയ ഓൾറെഡി ലേബിൾഡ് ആണ്, നെക്കും ലേബിൾഡ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് എന്തായിട്ട് എഴുതേണ്ടി വരും? മിഡിൽ പീസ് ആയിട്ട് നമുക്ക് എഴുതേണ്ടി വരും. C നമുക്ക് അറിയാം, ഒബ്വിയസ്ലി അത് എന്താണ്? ടൈലാണ്. അപ്പൊ A എന്ന് പറയുന്നത് ആക്രോസോം ആണ്, B മിഡിൽ പീസ് ആണ്, C ടൈലാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ആൻസേഴ്സ് വരുന്നത്. അടുത്തത് നോക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്പെർമാറ്റോജെനസിസിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 3നും സെയിം ആൻസർ ആണ് വരുന്നത്. അതുകൊണ്ട് 3 ക്വസ്റ്റ്യൻസ് മിസ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്പെർമാറ്റോജെനസിസിൽ പിറ്റ്യൂട്ടറിക്കുള്ള റോളും അതുപോലെ തന്നെ സെക്സ് ഹോർമോൺസിലുള്ള റോൾ എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ചോദ്യം നോക്കുക. സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത് ഒരു ഹോർമോൺ റെഗുലേറ്റഡ് പ്രോസസ് ആണ്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം കൊടുത്തേക്കുന്നത് എന്താ? സ്പെർമാറ്റോജെനസിസിൽ ഹോർമോണൽ റെഗുലേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. 3ഉം സെയിം ക്വസ്റ്റ്യൻ. അതിന് ആൻസർ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം സ്പെർമാറ്റോജെനസിസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ മെയിൽസിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. ഫസ്റ്റ് വൺ GnRH, ഗൊനാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പൊതുവെ നമ്മുടെ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് GnRH എന്ന് പറയുന്നത്. നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ഗൊനാഡോട്രോപ്പിൻസ് റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഗൊനാഡോട്രോപ്പിൻസ് ഏതൊക്കെയാണ് മെയിൽസിൽ കാണുന്നത്? LH ഉണ്ട്, FSH ഉണ്ട്. LH ആണ് എന്ത്? നമ്മുടെ ലൂട്ടനൈസിങ് ഹോർമോൺ. FSH ഉണ്ട്, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, ലൂട്ടനൈസിങ് ഹോർമോൺ ആയിട്ടുള്ള LHന്റെ റോൾ എന്താണ്? ലേഡിക് സെൽസിൽ ആക്ട് ചെയ്തിട്ട് അത് ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മോർ ഓവർ സ്പെർമാറ്റോജെനസിസിനും കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടോളി സെൽസിലാണ് അത് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് സ്പെർമിയോജെനസിസ് നടക്കാൻ വേണ്ടിയിട്ട്, സ്പെർമിയോജെനസിസ് ഉണ്ടല്ലോ, സ്പെർമാറ്റോയുടെ സ്പേമായിട്ട് മാറുന്ന ആ പ്രോസസ്സ്, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇങ്ങനെയാണ് ഹോർമോണൽ കൺട്രോൾ നടക്കുന്നത്. ബേസിക്കലി ഈ GnRH എന്ന് പറയുന്നത് നമ്മളുടെ പിറ്റ്യൂട്ടറി എന്നുള്ള ഹോർമോൺ ആണ്. അങ്ങനെയാണ് ഇത് മൊത്തം പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 3 മാർക്കിന്റെ ചോദ്യമാണ്. GnRHന്റെ കാര്യവും ലൂട്ടനൈസിംഗ് ഹോർമോൺസിന്റെ കാര്യവും FSHന്റെ കാര്യവും മെൻഷൻ ചെയ്താലാണ് ഓരോരോ മാർക്ക് വീതം കിട്ടുന്നുണ്ടായിരിക്കുക എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. A and B എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. സിയുടെ ഫംഗ്ഷൻ എഴുതുക. ആൻഡ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നതിനകത്ത് ഏത് ഭാഗത്തായിരിക്കും റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നുണ്ടായിരിക്കുക, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളതുണ്ട്. ഓക്കെ, A എന്താ? A എന്ന് പറയുന്നത് സ്പെർമാറ്റോസോവയാണ് അല്ലെ. ദെൻ B എന്താണ്? B എന്ന് പറയുന്നത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ്. ഇത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണ് അല്ലെ. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടോളി സെൽസ് ആണ്. C എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? പൊതുവേ നമ്മുടെ ജേം സെൽസിന് ന്യൂട്രീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ സഹായിക്കുന്നത് അല്ലെ. ആൻഡ് ഈ നമ്മുടെ മിയോസിസ് നടക്കുന്ന, റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിലാണ് അല്ലെ. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ക്രോമസോം നമ്പർ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ A എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റോസോവ, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണ്,
ദെൻ സി ആയിട്ട് കൊടുത്തേക്കുന്ന പാർട്ട് സെർട്ടോളി സെല്ലാണ്. സെർട്ടോളി സെല്ലിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ ജേം സെൽസിന് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇനി സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മളുടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഭാഗമുണ്ട് അല്ലെ. ആ ഭാഗത്താണ് എന്ത് നടക്കുന്നത്, റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ ക്രോമസോം നമ്പേഴ്സ് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് 46 ഉണ്ടായിരുന്ന ക്രോമസോം നമ്പർ 23 ആയിട്ട് റെഡ്യൂസ്ഡ് ആകും. ആ ഒരു കണ്ടീഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ഗാമറ്റോജെനസിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ബി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തേക്കാം നമുക്ക്. ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എ എന്താ, ദാറ്റ് ഈസ് സ്പെർമാറ്റോജെനസിസ്. ബി എന്താ, ദിസ് ഇസ് oogenesis. ഡിഫറൻസ് എഴുതുക. 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ഇത്. ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെർമാറ്റോജെനസിസിൽ കൂടെ നമുക്ക് ഉണ്ടാകുന്നത് സ്പേംസ് ആണ്. അത് എത്ര സ്പേംസ് ഉണ്ടാകും, 4 സ്പേംസ് ഉണ്ടാവും. ആൻഡ് oogenesis കൂടെ നമുക്ക് കിട്ടുന്നത് ഓവമാണ്. അതിൽ എത്ര ഓവമേ ഉണ്ടാവുള്ളൂ, ഒരു ഓവമേ ഉണ്ടാവുള്ളൂ. ബാക്കി നമുക്ക് 2 പോളാർ ബോഡീസ് കിട്ടും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് 2 ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്, പോളാർ ബോഡി ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സ്പെർമാറ്റോജെനസിസും oogenesis ആണ് പ്രോസസ്സുകൾ. സ്പെർമാറ്റോജെനസിസ് വഴിയായിട്ട് നമുക്ക് എന്ത് കിട്ടും, സ്പേംസ് കിട്ടും, അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ കിട്ടും. എത്ര എണ്ണം കിട്ടും, 4 എണ്ണം കിട്ടും. ആൻഡ് oogenesis ഉണ്ട്. oogenesisil കൂടെ നമുക്ക് ഓവവും പ്ലസ് പോളാർ ബോഡീസും ആണ് കിട്ടുന്നുണ്ടായിരിക്കുക എന്നുള്ളതും കൂടെ ഓർക്കുക കേട്ടോ. യെസ്, ഇനി അടുത്തത് നമ്മളുടെ ഫാലോപ്പിയൻ ട്യൂബിന്റെ പാർട്സ് പഠിക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പാർട്സിന്റെ ക്ലൂ ഇവിടെ തന്നിട്ടുണ്ട്. ആ പാർട്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളുടെ ഓവം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവിഡക്റ്റിന്റെ അറ്റത്തായിട്ട് ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും അല്ലെ. ആ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക, നമ്മൾ ഫിംബ്രിയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരിക്കുക. എന്ത് വിളിക്കും, ഫിംബ്രിയെ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, ഇനി യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്ന നാരോ ലൂമൻ ഉള്ള ഓവിഡക്റ്റിന്റെ പാർട്ട്, നാരോ ലൂമൻ യൂട്രസിന്റെ അടുത്ത് ആരാ, ഇസ്തമസ് ആണ് അല്ലെ. ഇനി ഫണ്ണൽ ഷേപ്ഡ് ആയിട്ടുള്ള പാർട്ട് അതാരാണ്, അത് ഓവറിക്ക് അടുത്തിരിക്കുന്ന ഫണൽ ഷേപ്ഡ് പാർട്ടാണ് ഇൻഫണ്ടിബുലം. ഓക്കെ, അപ്പൊ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് നമ്മളുടെ ഫിംബ്രിയെ എന്ന് പറയുന്നത്. ആൻഡ് നാരോ ലൂമൻ ഉള്ള യൂട്രസിന്റെ അടുത്തിരിക്കുന്ന പാർട്ടാണ് ഇസ്തമസ്. ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള പാർട്ടാണ് ഇൻഫണ്ടിബുലം. ഓർത്ത് വെച്ചിരിക്കുക, ഫിംഗർ ലൈക്ക് പാർട്ടാണ് ഫിംബ്രിയെ, ഫണൽ ഷേപ്ഡ് പാർട്ടാണ് ഇൻഫണ്ടിബുലം. അധികം ഒരു എന്താ പറയാ, നാരോ ലൂമൻ ഉള്ളവരാണ്, അതും യൂട്രസിന് അടുത്തുള്ളവരാണ് ആരാ, ഈ ബിയിൽ കൊടുത്തേക്കുന്ന നമ്മളുടെ ഇസ്തമസ് എന്ന് പറയുന്നത്. വൈഡർ ലൂമൻ ഉള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആംപുള്ളയാണ് കേട്ടോ. വൈഡർ ലൂമൻ ഉള്ളവർ ആരാണ്, ആംപുള്ളയാണ്. ഓക്കെ, ഫിംഗർ ലൈക്ക് ഫിംബ്രിയെ, ഫണൽ ലൈക്ക് ഇൻഫണ്ടിബുലം, നാരോ ലൂമൻ ഇസ്തമസ്, വൈഡർ ലൂമൻ ആംപുള്ള. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് നോക്കാം. നമ്മുടെ ഓവം ഫെർട്ടിലൈസ്ഡ് ആയാലും ഇല്ലെങ്കിലും കോർപ്പസ് ലൂട്ടിയത്തിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മളോട് അടുത്തതും അതേപോലെ തന്നെ ഒരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫേറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഫേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നാലും നടന്നില്ലെങ്കിലും എന്ത് സംഭവിക്കും എന്നുള്ളത് എഴുതണം അല്ലെ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം എന്ത് സെക്രീറ്റ് ചെയ്യും, പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യും. എന്നാൽ മാത്രമേ ആ എൻഡോമെട്രിയം അവിടെ സർവൈവ് ചെയ്യുള്ളൂ. ആ ഒരു എൻഡോമെട്രിയം സർവൈവ് ചെയ്താൽ മാത്രമാണ് കുട്ടിക്ക് അവിടെ വന്ന് എംബ്രയോന് ഈ ട്രോഫോബ്ലാസ്റ്റ് വഴിയായിട്ട് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇംപ്ലാന്റേഷൻ നടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്താലാണ് എൻഡോമെട്രിയം നിലനിൽക്കുള്ളൂ. ആ എൻഡോമെട്രിയം നിലനിൽക്കണമെങ്കിൽ ആരവിടെ ഉണ്ടായിരിക്കണം, നമ്മുടെ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്റ്ററോണിനെ സെക്രീറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിലോ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും. എന്നിട്ട് അത് വേറൊരു സ്ട്രക്ചർ ആയിട്ട് മാറും, കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ആയിട്ട് മാറും. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിയുമ്പോൾ പ്രൊജസ്ട്രോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല. പ്രൊജസ്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, എൻഡോമെട്രിയം എല്ലാം തകർന്ന് താഴേക്ക് വീഴും. ആ എൻഡോമെട്രിയം തകരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൂടെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ഓവും കൂടെ വരുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അതെല്ലാം കൂടെ തകർന്ന് താഴേക്ക് വെജൈന വഴി പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മെനസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കും അല്ലെ. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഉണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം നിലനിൽക്കും, സോ ആസ് ടു പ്രൊവൈഡ് പ്രൊജസ്റ്ററോൺ അല്ലെ. എന്നാൽ മാത്രമേ കുട്ടിക്ക് ഇവിടെ വന്ന് ആ ഒരു എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്ത് കുട്ടിക്ക് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോകും. കോർപ്പസ് ലൂട്ടിയം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവില്ല, പ്രൊജസ്ട്രോൺ ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നീട് അത് അടുത്തൊരു മെനസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, LH and FSH are gonadotropins, distinguish their roles in male and female. അപ്പോൾ ഇതൊരു 2 മാർക്ക് ക്വസ്റ്റൻ ആണ്, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. LH ഉം FSH ഉം ഗൊനാഡോട്രോഫിൻസ് ആണ്. അതിന്റെ റോള് മെയിൽ ആൻഡ് ഫീമെയിൽ ഉള്ളത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളത്. ഓക്കെ,
മെയിൽസിൽ അതിന്റെ റോൾ എന്താന്ന് നോക്കാം. LHന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LH പൊതുവെ ലേഡിക് സെൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ലേഡിക് സെൽസിൽ വർക്ക് ചെയ്തിട്ട് ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ്രോജൻസ് ആണെന്നുണ്ടെങ്കിൽ സ്പെർമാറ്റോജെനസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി FSHലേക്ക് വരുമ്പം FSH എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? സെർട്ടോളി സെൽസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് സ്പെർമിയോജെനസിന് വേണ്ടിയിട്ട് സഹായിക്കും. സ്പെർമാറ്റിഡ് സ്പെർമായിട്ട് മാറുന്ന സ്പെർമിയോജെനസിന് വേണ്ടിയിട്ട് സഹായിക്കും. LH ആൻഡ്രോജൻസിന് വേണ്ടിയിട്ടും സ്പെർമാറ്റോജെനസിന് വേണ്ടി സഹായിക്കും. FSH സ്പെർമിയോജെനസിന് വേണ്ടിയിട്ട് സഹായിക്കും. മാറി പോവരുത് കേട്ടോ. ഓക്കെ, LH എന്താ? LH എന്ന് പറയുന്നത് ല്യൂട്ടനൈസിങ് ഹോർമോൺ ആണ്. ഇനി നെക്സ്റ്റ് വൺ, ഫീമെയിൽസിന്റെ കേസിലേക്ക് വരുമ്പോൾ LH ഭയങ്കരമായിട്ട് കൂടും അല്ലെ. 14th ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കൂടും. ദാറ്റ് ഇസ് കോൾഡ് ആസ് LH സർജ്. അങ്ങനെ LH അമിതമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിക്കഴിഞ്ഞ് നമ്മളുടെ ഓവം റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക? ഓവ്യുലേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരിക്കുക. അത് പിന്നീട് ഗ്രോ ചെയ്ത് ഇതായിട്ട് മാറും അല്ലെ. ആൻഡ് FSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒവേറിയൻ ഫോളിക്കിൾസ് ഗ്രോ ചെയ്യാൻ, ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് അല്ലെ. അപ്പൊ ഫോളിക്കിൾസ് ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് FSH എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. അതും കൂടെ ഓർക്കണം. ഓക്കെ, ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ച് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് സ്പെർമാറ്റോജെനസിസും സ്പെർമിയോജെനസിസും തമ്മിലുള്ള വ്യത്യാസം. അറ്റ് ദ സെയിം ടൈം സ്പെർമാറ്റോജെനസിസും ഊജെനസിസും തമ്മിലുള്ള വ്യത്യാസം കൂടെ ചോദിക്കാറുണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കണം. സ്പെർമാറ്റോജെനസിസും സ്പെർമിയോജെനസിസും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മച്യൂർ ആയിട്ടുള്ള ജേം സെല്ലിൽ നിന്ന് സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം. അറ്റ് ദ എൻഡ് നമുക്ക് എത്ര സ്പെർമാറ്റിഡ് കിട്ടും? 4 സ്പെർമാറ്റിഡ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി സ്പെർമിയോജെനസിസ് എന്താണ്? സ്പെർമാറ്റിഡ് സ്പേമായിട്ട് മാറുന്ന പ്രോസസ്. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം. ജേം സെല്ല് സ്പേമായിട്ട് മാറുന്ന മൊത്തം പ്രോസസ്സിനെ സ്പെർമാറ്റോജെനസിസ് എന്ന് വിളിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്ന സ്പെർമാറ്റിഡിനെ ഒന്ന് രൂപം മാറ്റിയിട്ട് വാലൊക്കെയുള്ള ചെറിയൊരു സ്പേമാക്കി കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പെർമിയോജെനസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം അല്ലെ. എത്രത്തോളം സ്പെർമാറ്റിഡുകൾ ഉണ്ടായിരുന്നു അത്രയും തന്നെ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. പൊതുവെ 4 സ്പെർമാറ്റിഡ് ഉണ്ടായിരിക്കും. അത് 4 എന്തായിട്ട് മാറും? സ്പേമായിട്ട് മാറും. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം കേട്ടോ. ഇനി വീണ്ടും ഒരു ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഓവേറിയൻ ഹോർമോൺസ് ആയിരുന്നെങ്കിൽ ഇവിടെ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. ദാറ്റ് ഈസ് LHഉം FSHഉം ആണ് നമ്മൾക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ LHഉം FSHന്റെയും സോഴ്സ് എന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ മിഡിലൊക്കെ എത്തുമ്പോഴത്തേക്കും LHന്റെ ലെവൽ മാക്സിമത്തിലേക്ക് എത്തും. അതിന്റെ ഇഫക്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് മെയിൽസിലുള്ള LHന്റെ റോള് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. LHന്റെയും FSHന്റെയും സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് LHും FSH ഒക്കെ ഉണ്ടാകുന്നത്? നിങ്ങളിവിടെ LHും FSHും അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് മെൻസ്ട്രേഷനിൽ നടക്കുന്നത് കാണിക്കുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞത് ഈ ഗ്രാഫാട്ടോ വരയ്ക്കേണ്ടതായിട്ടുള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. LHന്റെയും FSHന്റെയും സോഴ്സ് എന്താണ്? സോഴ്സ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അല്ലെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ല്യൂട്ടനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ഉണ്ടാക്കുന്നത് അല്ലെ. ഇനി LH മാക്സിമത്തിലെത്തും. ദാറ്റ് ഈസ് LH സർജ്. എന്താണ് അതിന്റെ ഇഫക്ട്? ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഓവം റിലീസ് ചെയ്യും. ആ ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഓവ്യുലേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും അല്ലെ. ഇനി അടുത്തത് എന്താണ്? LHന്റെ റോള്, മെയിൽസിലുള്ള റോള് എന്താണ്? ഹോർമോൺസ് സ്പെസിഫിക്കലി ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്പെർമാറ്റോജെനസിന് വേണ്ടിയിട്ടും കൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, LHന്റെ റോള് എന്ന് പറഞ്ഞിട്ടുള്ള എത്രാമത്തെ ക്വസ്റ്റൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നോക്കൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് അതൊന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മെനാർക്ക് ആൻഡ് മെനോപോസ്. ഓക്കെ, ആൻസർ കൂടെ ഒരുമിച്ച് വന്നു പോയി, സാരമില്ല. മെനാർക്കും മെനോപോസും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. മെനാർക്ക് എന്താണ്? മെനോപോസ് എന്താണ്? മെനാർക്ക് എന്താണ്? നമ്മളുടെ ഫീമെയിൽസിൽ ഉണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ മെനിസ്ട്രേഷനെയാണ് നമ്മൾ മെനാർക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മെച്യൂർ ആയി അവർ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് എന്ത്? മെനാർക്ക് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം അതേ സ്ത്രീ ഒരു 45-50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ മെനിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും അല്ലെ. ദാറ്റ് മീൻസ് അവരുടെ റീപ്രൊഡക്റ്റീവ് ഫേസ് കഴിഞ്ഞു. ആ റീപ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ലാസ്റ്റ് ടൈപ്പ് ഓഫ് ആ ഒരു മെനിസ്ട്രൽ സൈക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെനോപോസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. പൊതുവെ സ്ത്രീകളിൽ മെനോപോസ് വരുന്നത് ഒരു 45-50 വയസ്സിനിടയിലാണ്. ഡിപ്പെൻസ്, ഓരോ സ്ത്രീകൾക്കും ഡിപ്പെൻസ് ആയിട്ട് മാറി ഏതെങ്കിലും ഒരു ഏജിൽ വന്നിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയാണ് മെനോപോസ് തമ്മിലുള്ള ഡിഫറൻസസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ കുറച്ച് സ്റ്റേജസ് തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ കുറച്ച് സ്റ്റേജസ് തന്നിട്ടുണ്ട്. പല സ്റ്റേജസ് ഉണ്ട്. എഗ് ഉണ്ട്, ഫെർട്ടിലൈസേഷൻ നടന്നു, അതിന് പിന്നെ എന്തോ ഉണ്ടായി, പിന്നെ വേറെ എന്തോ ഉണ്ടായി, പിന്നെ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും എന്താണ് എന്നുള്ളതാണ് നിങ്ങളോട് ആദ്യമായിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യം. എന്താണ് എയും ബിയും? എ എന്താണ്? അതൊരു ബ്ലാസ്റ്റോമിയർ ആണ്. സൈഗോട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, സൈഗോട്ട് എന്ന് ഒരു തോന്നൽ നമുക്ക് വരും അല്ലെ.
ഇത് കാണുമ്പോൾ. പക്ഷെ സൈഗോട്ട് അല്ലെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഗോട്ട് ഒറ്റ സെൽ ഉണ്ടാവുള്ളൂ, ഇവിടെ 2 സെല്ലുണ്ട് അല്ലെ. അപ്പൊ 2 സെൽ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ ബ്ലാസ്റ്റോമിയ എന്ന് വിളിക്കാം. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ ഒത്തിരി സെൽസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ 8 മുതൽ ഒരു 16 സെൽ വരെയുള്ള കണ്ടീഷനെ നമ്മൾ എന്ത് വിളിക്കും? മോറുല എന്ന് വിളിക്കും. അപ്പൊ ബി എന്താ? മോറുലയാണ് അല്ലെ. ഇനി ഞാനൊരു ബ്ലാസ്റ്റോസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസിനെ കാണാൻ പറ്റുന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാ? ട്രോഫോബ്ലാസ്റ്റ് ഉണ്ട്, സൈഡ്സിലുള്ളതാണ് ട്രോഫോബ്ലാസ്റ്റ്, ഉള്ളിൽ ഈ മാസ് ആയിട്ടിരിക്കുന്നത് ഇന്നർ സെൽ മാസ്. ഇതിനകത്ത് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. വിച്ച് ലെയർ ആണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ? ഏത് ലെയർ ആണ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നത്? ആ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? ഏത് ലെയർ ആണ്? ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ലെയർ ആണ്. പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ബ്ലാസ്റ്റോമിയർ, ബി മോറുലയാണ്. ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റിന്റെ 2 ലെയേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും. ട്രോഫോബ്ലാസ്റ്റ് ആണ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ആൻഡ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കുറച്ച് നമ്മളുടെ ലൈക്ക് മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് ഒരു ഫീമെയിൽ വുമണിൽ ഉണ്ടാകുന്ന കുറച്ച് ഇവന്റ്സ് തന്നിട്ടുണ്ട്. നോക്കുക, ഈ ഇവന്റ്സ് ഒവേറിയൻ ഇവന്റ് ഫ്രം 13 to 15 ഡേയ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ovarian hormone levels from 60 to 23 days അതും എക്സ്പ്ലെയിൻ ചെയ്യണം. യൂട്ടറൈൻ ഇവന്റ്സ് ഫ്രം 24 to 29 days അതും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കിക്കളയാം. ഓവേറിയൻ ഇവന്റ് ഫ്രം 13 to 15 days എന്നുള്ളതാണ് അല്ലെ. 13 to 15 days വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? നമ്മളുടെ ഇമ്മേച്വർ ആയിട്ട് ഒരു ഓവം റിലീസ് ചെയ്യും ഗ്രാഫിൻ ഫോളിക്കിളിൽ നിന്നിട്ട്. LH ഉം FSH ആണ് ആ ഒരു സമയത്ത് മാക്സിമത്തിൽ എത്തുന്നുണ്ടായിരിക്കുക. FSH എന്തിനു വേണ്ടിയിട്ട് സഹായിക്കും? ഗ്രാഫിൻ ഫോളിക്കിൾ അത് മെച്യൂർ ഒക്കെ ആകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും സഹായിക്കുന്നുണ്ടായിരിക്കുക. LH അതിനെ റപ്ചർ ചെയ്യാൻ സഹായിക്കും. ഓവത്തിനെ കവർ ചെയ്തിട്ട് ഒരു ലെയർ ഒക്കെ ഉണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഓവം റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വേറൊരു ലെയർ ഫോം ചെയ്യുന്നത് ദാറ്റ് ഇസ് കോൾഡ് ആസ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യും, എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ഈ 13 മുതൽ 15 ദിവസം വരെയുള്ള സമയം ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടായിരിക്കാം അല്ലെ. ഇനി 16 to 23 ഡേയ്സ് വരെയുള്ള സമയത്ത് ഉണ്ടാകുന്ന ഒവേറിയൻ ഹോർമോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഒവേറിയൻ ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അതൊരു ലൂട്ടിയൽ ഫേസ് ആണ് അല്ലെങ്കിൽ സെക്രട്ടറി ഫേസ് ആണ്. അവിടെ കോർപ്പസ് ലൂട്ടിയം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരുപാട് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എൻഡോമെട്രിയം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പൊതുവെ സഹായിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളത് ഓർത്തേക്കണം. ഓക്കെ, യെസ്. ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിച്ചേക്കുന്ന ലാസ്റ്റ് വൺ, യൂട്ടറൈൻ ഇവന്റ്സ് ഫ്രം 24 to 29 ഡേയ്സ് 24 മുതൽ 29 ദിവസങ്ങൾ വരെയുള്ള യൂട്ടറൈൻ ഇവന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. ആ ഒരു സമയത്ത് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊജസ്ട്രോണിന്റെ അണ്ടറിലായിരിക്കും. അപ്പൊ എൻഡോമെട്രി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രഗ്നൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ എൻഡോമെട്രിയത്തിലായിരിക്കും കുഞ്ഞു വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെ. കുഞ്ഞു വന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതല്ല, പ്രഗ്നൻസി ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കോർപ്പസ് ലൂട്ടിയം നഷ്ടപ്പെട്ടു പോകും. കോർപ്പസ് ലൂട്ടിയം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? പ്രൊജസ്റ്ററോൺ ഇല്ലാണ്ടാവും. പ്രൊജസ്ട്രോൺ ഇല്ലാണ്ടാവുമ്പോൾ ആ എൻഡോമെട്രിയം തകർന്നിട്ട് അത് മെൻസ്ട്രൽ ഫ്ലോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് വരും. ഇങ്ങനെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അതുകൊണ്ട് മെനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൽ ഗ്രാഫ് മാത്രം പഠിച്ചാൽ പോരാ. പല ഫേസ് ഉണ്ട്. മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, സെക്രട്ടറി ഫേസ് എന്നൊക്കെ പറഞ്ഞ ലൂട്ടിയൽ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസസ് ഉണ്ട്. ആ ഫേസ് ഓരോന്നും പഠിക്കുക. അതിലുണ്ടാകുന്ന ചേഞ്ചസും കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ഓക്കെ, യെസ്. ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് കാണാവേ നമുക്ക്. മാച്ച് ദ ഫോളോയിങ് ഇതാ: കോർപ്പസ് ലൂട്ടിയം, ലേഡിക് സെല്ല്, ബ്ലാസ്റ്റോസിസ്റ്റ്, ഇന്നർ സെൽ മാസ്. അതാണ് എ സൈഡിൽ കൊടുത്തേക്കുന്നത്. ബി സൈഡിൽ എന്താണ്? എംബ്രയോ, ഇംപ്ലാന്റേഷൻ, പ്രൊജസ്റ്ററോൺ, ആൻഡ്രോജൻസ്, പ്രൊലാക്റ്റിൻ. എന്ത് വരും? കോർപ്പസ് ലൂട്ടിയത്തിന് നമുക്ക് എന്തുമായിട്ട് മാച്ച് ചെയ്യാം? പ്രൊജസ്ട്രോണുമായിട്ട് മാച്ച് ചെയ്യാം അല്ലെ. ലേഡിക് സെല്ലിനെ ആൻഡ്രോജൻ ആയിട്ട് മാച്ച് ചെയ്യാം. ബ്ലാസ്റ്റോസിസ്റ്റിനെ നമ്മൾക്ക് നമ്മളുടെ ഇംപ്ലാന്റേഷൻ ആയിട്ട് മാച്ച് ചെയ്യാം. ഇന്നർ സെൽ മാസിനെ എംബ്രയോ ആയിട്ട് മാച്ച് ചെയ്യാം അല്ലെ. കോർപ്പസ് ലൂട്ടിയം അതുമായിട്ട് അസോസിയേറ്റ് വരുന്നതാണ് പ്രൊജസ്റ്ററോൺ. ലേഡിക് സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ആൻഡ്രോജൻസ്. ബ്ലാസ്റ്റോസിസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് ഇംപ്ലാന്റേഷൻ. ഇന്നർ സെൽ മാസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് ദാറ്റ് ഇസ് എംബ്രയോ. ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. ഇവിടെ ഒരു 3 മാർക്കിനൊക്കെ മാച്ച് ദ ഫോളോയിങ് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്തതും അഗൈൻ ഒരു മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് മിസ് കൊണ്ടുവന്നേക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ ഓവ്യുലേഷൻ, ലൂട്ടിയൽ ഫേസ്, ആക്രോസോം, ഇന്നർ സെൽ മാസ്, പ്രൊജസ്ട്രോൺ. അതാണ് എ സൈഡിൽ കൊടുത്തേക്കുന്നത്. ബി സൈഡിൽ എന്തൊക്കെയുണ്ട്? സ്പേം ഉണ്ട്, ഊജനസിസ് ഉണ്ട്, ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ട്, LH ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് വരും? ഓവുലേഷനിൽ നമുക്ക് LH-ഉമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. ലൂട്ടിയൽ ഫേസിൽ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? പ്രൊജസ്റ്ററോൺ കണക്ട് ചെയ്യാം. ശരിക്കും പ്രൊജസ്ട്രോൺ ഇപ്പുറം വരേണ്ടതായിരുന്നു കേട്ടോ. ആക്രോസോമിനെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? സ്പേം ആയിട്ട് കണക്ട് ചെയ്യാം. ഇന്നർ സെൽ മാസ് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരുന്നുണ്ടായിരിക്കുക. ഓവുലേഷൻ LH-ഉമായിട്ട് കണക്ട് ചെയ്യുന്നു. ലൂട്ടിയൽ ഫേസ് നമ്മൾ പ്രൊജസ്ട്രോണുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആക്രോസോമ സ്പേം, ഇന്നർ സെൽ മാസ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇങ്ങനെ ഒരു നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിന്റെ ഒരു സംഭവം പ്രതീക്ഷിച്ചേക്കണേ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞിട്ടൊരു ലെയർ ഉണ്ട് ഓവത്തിന് ചുറ്റും. അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. നമുക്കറിയാം ഫെർട്ടിലൈസേഷന്റെ സമയത്ത് നമ്മുടെ സ്പേംസിന്റെ ഹെഡ് റീജിയൻ ഏറ്റവും ആദ്യമായിട്ട് കോൺടാക്ട് വരുന്ന ഭാഗമാണ് ഈ സോണ പെല്യൂസിഡ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ സ്പേമിന്റെ ഹെഡിനകത്ത് എന്തുണ്ട്, കുറച്ച് നിറയെ എൻസൈംസ് ഉണ്ട്. ആക്രോസോമിനകത്ത് നിറയെ എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് ഇതിനകത്ത് ലൈക്ക് ഈ പറഞ്ഞ സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞിട്ടുള്ള ലെയറിനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് സ്പേമിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക, ഓവത്തിന്റെ അകത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരിക്കുക അതല്ലേ. അങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ പോലെ ആക്രോസോമിനകത്തുള്ള എൻസൈംസ് സോണ പെല്യൂസിഡനെ ഡൈജസ്റ്റ് ചെയ്ത് ഈ സ്പേം ഓവത്തിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് സംഭവിക്കും, ഈ സ്പേമിന് ശേഷം ഇനി വേറെ ആരും അതിനകത്തേക്ക് എൻ്റർ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം ഓവ് എടുക്കും അല്ലെ. അപ്പൊ ഒരൊറ്റ സ്പേം മാത്രമേ ഒരു ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞിട്ടുള്ള ലെയർ അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ലെയർ അവിടെ ഉള്ളത്. അപ്പൊ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ പൊതുവെ സ്പേം അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ സോണ പെല്യൂസിലേക്ക് കുറച്ച് ചേഞ്ചസ് ഉണ്ടാകും. ആ ചേഞ്ചസ് കാരണം പിന്നീട് ഇപ്പൊ ഒരു സ്പേം വന്നു കഴിഞ്ഞാലും ഓവത്തിന് ആ സ്പേമിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ടിട്ടാണ് പൊതുവെ ഒരൊറ്റ സ്പേമിന് മാത്രമേ ഒരു ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു സ്പേം ആണ് പൊതുവെ നമ്മളുടെ ആ ഒരു ഓവത്തിനെ പെനട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. ആ പിക്ചറിൽ കാണാം. അങ്ങനെയാണെങ്കിൽ ആ എന്ന് പറഞ്ഞ ലേബിൾ ചെയ്തേക്കുന്നത് എന്തായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞിട്ടുള്ള ലെയർ ആണ് അല്ലെ. ഇനി എങ്ങനെയാണ് ഈ സ്പേമിന് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും, ഇത് ഒരൊറ്റ സ്പേമിന് മാത്രം എൻ്റർ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയായിരിക്കും ഇത് നടക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ഈ പറഞ്ഞ പ്രോസസ്സ് ആക്ച്വലി നമ്മളുടെ ഫാലോപ്പിയൻ ട്യൂബിന്റെ എവിടെ വെച്ചായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക, ആൻഡ് മോറില വരെയുള്ള സ്റ്റേജസ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താണ് നമുക്ക് ഓൾറെഡി കിട്ടി, സോണ പെല്യൂസിഡയാണ്. സ്പേം എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേമിന് ഓവത്തിനെ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേമിന് ഒരു ഹെഡ് ഉണ്ട് അല്ലെ. ഹെഡിനകത്ത് നിറയെ എന്തുണ്ട്, എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് വെച്ചിട്ട് സ്പേം ആ ഓവത്തിന്റെ ലെയറിനെ ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സ്പേമിന് ഓവത്തിനകത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരിക്കാം. സോണ പെല്യൂസിഡനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോണ പെല്യൂസിലേക്ക് ഒരു ചേഞ്ച് പറ്റുന്നു, ചേഞ്ച് സംഭവിക്കുകയാണ്. അതുകൊണ്ടിട്ട് ഫർദർ ഇനിയിപ്പോ സ്പേംസ് വന്നു കഴിഞ്ഞാലും സോണ പെല്യൂസിഡ എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അല്ലെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ഫാലോപ്പിയൻ ട്യൂബിൽ എവിടെ വെച്ചിട്ടാണ് ഇത് എക്സാക്ട്ലി നടക്കുന്നുണ്ടായിരിക്കുക, എവിടെ വെച്ച് നടക്കും, ആംപുള്ള ഇസ്തമസിന്റെ ജംഗ്ഷനിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കും. ആംപുള്ളറി ഇസ്തമിക് ജംഗ്ഷൻ ഇവിടെ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. ഇത് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്നത് മുതൽ മൂറില വരെയുള്ള സ്റ്റേജസ് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. സ്പേം നമ്മുടെ എഗിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു സെക്കൻഡറി യൂസൈറ്റിന്റെ മിയോസിസ് ഒക്കെ കംപ്ലീറ്റ് ആകും. അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഓവം കിട്ടും. ഓവം ഹാപ്ലോയിഡ് ആയിരിക്കും. ഓവത്തിന്റെ ഒപ്പം ഓവം മാത്രമല്ല കിട്ടുന്നത്, ഒരു സെക്കൻഡ് പോളാർ ബോഡി കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ സ്പേം വരും. സ്പേമും ഹാപ്ലോയിഡ് ആയിരിക്കും. ഇത് നമ്മൾ ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടായിരിക്കുക ആംപുള്ള ഇസ്തമസിന്റെ ജംഗ്ഷനിൽ വെച്ചിട്ടായിരിക്കും അല്ലെ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെല്ലിൽ ഒരു രൂപമുണ്ട്, അതിന് നമ്മൾ സൈഗോട്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിരിക്കും. ആൻഡ് സൈഗോട്ട് പിന്നീട് ഒരുപാട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ക്ലീവേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. എന്നിട്ട് അതിനകത്തുണ്ടാകുന്ന സെൽസിനെ നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടായിരിക്കാം. ഒരു ബ്ലാസ്റ്റോമിയർ ഇങ്ങനെ കൂടി വരുമ്പോൾ ഒരു എംബ്രയോ ആയിട്ട് മാറും. ഒരുപാട് സെൽസ് ഉള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ എംബ്രയോ എന്ന് വിളിക്കുക. അപ്പോ ഈ പറഞ്ഞ പോലെ ഒരു എംബ്രയോക്കകത്ത് 8 മുതൽ 16 ബ്ലാസ്റ്റോമിയർ വരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, മോറുല എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. 2 മാർക്കിന്റെ ചോദ്യമായിട്ട് അത് വരും കേട്ടോ. അപ്പൊ സ്പേം വരുന്നു, അത് എഗ്ഗുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നു, ഓവം അതുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഈ സ്പേമും ഓവവും ഹാപ്ലോയിഡ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫെർട്ടിലൈസേഷൻ വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സെല്ലുള്ള ഒരു രൂപമുണ്ട്, അതിന് സൈഗോട്ട് എന്ന് വിളിക്കും. അതൊരു ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള ഒരു സാധനമാണ്. പിന്നീട് അതിന് ഡിവിഷൻ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരുപാട് ബ്ലാസ്റ്റോമിയാസ് കിട്ടും. ബ്ലാസ്റ്റോമിയാസ് 8 മുതൽ 16 എണ്ണം വരെയുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ മോറുല എന്ന് വിളിക്കുക. മോറുല പിന്നീട് എന്തായിട്ട് മാറും, ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് ആ കഥ അറിയാം അല്ലെ. മോറുല വരെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ എവിടെ വെച്ചായിരിക്കും ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും നടക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയോ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തു. ആംപുള്ളയിലും അല്ല ഇസ്തമസിലും അല്ല, അത് രണ്ടിന്റെ ഇടയിലുള്ള ജംഗ്ഷനിലാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആംപുള്ളറി ഇസ്തമിക് ജംഗ്ഷൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ആംപുള്ള ഇസ്തമസ് ജംഗ്ഷൻ എന്ന് എഴുതിയാലും മതി. ആംപുള്ള ഇസ്തമസ് എന്നാണ് അതിന്റെ രണ്ടുപേരുടെയും പേര് അല്ലെ. അത് രണ്ടിനെയും ജംഗ്ഷൻ എന്ന് എഴുതിയാലും മതി. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എവിടെയായിരിക്കും, ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എംബ്രയോ ചെന്ന് നമ്മളുടെ ട്രോഫോബ്ലാസ്റ്റ് ഉപയോഗിച്ച് യൂട്രസിൽ ചെന്ന് അറ്റാച്ച് ചെയ്തു, അതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുക അല്ലെ. അത് നടക്കുന്നത് എവിടെയായിരിക്കും, നമ്മുടെ യൂട്രസിൽ കുറെ ലെയേഴ്സ് ഉണ്ട്, ഒരു 3-4 ലെയേഴ്സ് ഉണ്ട് അല്ലെ. എൻഡോമെട്രിയം, പെരിമെട്രിയം, മയോമെട്രിയം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ അതിനകത്ത് മയോമെട്രിയാണ് പൊതുവെ ആ ഒരു ലേബർ പെയിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് എൻഡോമെട്രിയത്തിൽ ചെന്നിട്ടാണ് ഈ പറയുന്ന നമ്മുടെ എംബ്രയോ ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മളുടെ യൂട്രസിന്റെ എൻഡോമെട്രിയത്തിനകത്തും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംപുള്ളയുടെയും ഇസ്തമസിന്റെയും ജംഗ്ഷനിലായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഒന്ന്
ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ ബേസിക്കലി മിസ്സിന് ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. മിസ് കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിരുന്നത്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. ഈ പറഞ്ഞ ഭാഗത്ത് തന്നെയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. പിന്നെ മിസ് ആദ്യം പറഞ്ഞ പോലെയുള്ള കണ്ടന്റ്സ് നിറയെ പഠിക്കുക. സ്പെർമാറ്റോജനസിസ്, oogenesis ഒക്കെ സ്കീമാറ്റിക് ഡയഗ്രാം നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, പ്ലസന്റയുടെ ഫംഗ്ഷൻസ്, കൊളോസ്ട്രത്തിന്റെ ഫംഗ്ഷൻസ് മറന്നു പോകരുത്. പ്ലസന്റയുടെ ഫംഗ്ഷനും കൊളോസ്ട്രത്തിന്റെ ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ലേഡി പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എഴുതുക കൊളോസ്ട്രം എന്ന് എഴുതുക കേട്ടോ. നിർബന്ധമായിട്ടും അത് ഓർത്ത് വെച്ചിരിക്കണം. കൊളോസ്ട്രത്തിനകത്ത് കാണുന്ന ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IgA എന്ന് നിർബന്ധമായിട്ടും എഴുതുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ LH സർജ് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ചില ഹോർമോൺസിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് രണ്ടും വരയ്ക്കാനായിട്ട് പഠിക്കാൻ, രണ്ടും ലേബിൾ ചെയ്യാനുള്ള ചോദിക്കും കേട്ടോ. മെയിലാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടേക്കുന്നത്, ഫീമെയിൽ ചോദിക്കില്ലെന്നല്ല, പക്ഷെ മെയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ മിസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മിസ്സിന്റെ സൈഡിൽ നിന്ന്. ദാറ്റ് ഈസ് ഓൾ ഫ്രം മൈ സൈഡ്. ബൈ ബൈ.